കൊച്ചിക്ക് പോയി റെഡി ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയത് ലുലു മോളിലേക്ക്. കാരണം നന്ദു ആദ്യമായിട്ടോ ലുലു പോകുന്നത്. ട്രിവാൻഡ്രത്ത് ഉണ്ടായിട്ട് അവിടുത്തെ ലുലു അവൻ കണ്ടിട്ട് എസ്കലേറ്ററിൽ കയറാൻ ആൾക്ക് ഇഷ്ടമല്ല. പേടിണ്ടായിട്ടൊന്നുമല്ല, ഭയം വേണ്ട, ജാഗ്രത മതി. വെറുതെ അവിടുത്തെ കിഡ്സ് സെക്ഷനിൽ കയറി എന്തൊക്കെയോ നോക്കി. കാര്യം എനിക്കും ഗൂഗിളിനൊക്കെ 10-20 വയസ്സായെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഞങ്ങൾ കാണിക്കാറ് കണ്ടില്ലേ. ഒരു അമ്മ പെറ്റാളിയന്മാരെ പോലെ അതുമായിട്ട് എന്തോ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ട് വിട്ടുപോരാൻ പുള്ളിക്ക് കുറച്ച് പ്രയാസമായി. വണ്ടിയൊക്കെ എടുത്തിട്ട് വേണം ഫാമിലി ആയിട്ട് കാശ്മീർ. മേലിൽ നോക്കുമ്പോൾ താഴത്തെ ആൾക്കാർ ഉറുമ്പ് പോകുന്ന പോലെ പോകുന്ന. എപ്പോൾ ലുലു പോയാലും ഫൺ ട്യൂറാ കയറുമെന്ന് വിചാരിക്കും. പക്ഷെ സമയപരിമിതി മൂലവും പിന്നെ അവിടുത്തെ ഒടുക്കത്തെ റേറ്റ് കാരണം പോകാം. കഴിഞ്ഞ് രവീണ ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ നിന്ന് എനിക്ക് കണ്ണനെ കിട്ടിയോ. ആൾ എന്ത് പാവാന്നറിയോ, ഈ പ്രായത്തിലൊക്കെ ഞാനും എന്റെ അനിയനൊക്കെ മഹാ കച്ചറ. ബോൾ വെറുതെ തലയിൽ കൂടി ഇടാൻ സന്തോഷിക്കുക, ഇതായിരുന്നു ആളുടെ മെയിൻ എന്റർടൈൻമെന്റ്. ആ ബോളൊക്കെ ഇങ്ങനെ വീട് കഴിയുമ്പോൾ ആൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അത് കാണാനും നല്ല രസം. അത് കഴിഞ്ഞപ്പോൾ രവീണ ചേച്ചി ഞങ്ങൾക്ക് ഞം തന്നിട്ടുണ്ട്. പിന്നെ ഞാനും രവീണ ചേച്ചി തമ്മിൽ എന്താ ബന്ധം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിലൊരു വഴിവിട്ട ബന്ധമല്ല, അങ്ങനല്ല കേട്ടോ. അതായത് കണ്ടു, സംസാരിച്ചു, മിണ്ടി, ഇതൊക്കെ തന്നെ പറയാനായിട്ട് ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ വലിയ ബന്ധമുള്ളതായിട്ടൊക്കെ തോന്നും. അവിടെ കണ്ണന്റെ കൂടെ കളിച്ചിരുന്നിട്ട് ചേച്ചിയുടെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ചേച്ചിയും അമ്മയും ഒക്കെ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് മീറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടേ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. കണ്ണനെ എടുത്ത് പോക്കറ്റിലിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ എനിക്ക് തോന്നി. പിന്നെ രവീണ ചേച്ചി ചാടി ചവിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറെ നേരം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കുറെ എന്റർടൈൻമെന്റിലായിരുന്നു. ഒരേ പ്രായക്കാർ ഒരുമിച്ച് കളിക്കുന്നുണ്ട്. പിന്നെ കൊച്ചിനെ കളിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ബാറ്റ് എടുത്തിട്ട് ഗൂഗിളിൽ സ്വന്തമായിട്ട് കളിക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ കണ്ണന്റെ കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ ഉള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിൽ മിൽക്ക് ഒക്കെ കുടിച്ചിട്ടുണ്ട്. നന്ദു ആണ് ഷേക്ക് കുടിച്ച് തീരുന്നതിന് മുന്നേ പൈസ കൊടുക്കാനായിട്ട് എഴുന്നേറ്റ് പോയി. ഇപ്പൊ ഉണ്ടോ നന്ദു മതിയാക്കി പോയതാന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് വന്ന് അവന്റെ ഷേക്ക് എടുത്തിട്ട് പോയി. നന്ദുവിനാണെങ്കിൽ ചിരിക്കണോ കരയണോ എന്ന് അറിയാണ്ടായി പോയി. അതിന്റെ ഇടയ്ക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരു പാട്ടിന്റെ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് 100 കൂട്ടം വഴക്കും.